ഏഴാച്ചേരി രാമചന്ദ്രനെ ദേശാഭിമാനിയിലേക്ക് ക്ഷണിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഒരേ സമയം കവിയും മാധ്യമപ്രവർത്തകനും ഗാനരചയിതാവും പ്രഭാഷകനുമാണ് ഏഴാച്ചേരി. മൂന്ന് പതിറ്റാണ്ടിലേറെ ദേശാഭിമാനിയിൽ പ്രവർത്തിച്ച അദ്ദേഹം 10 വർഷത്തിലേറെ ദേശാഭിമാനി വാരാന്ത പതിപ്പിന്റെ പത്രാധിപരായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ആലപ്പുഴ ലേഖകനായിരുന്ന ഏഴാച്ചേരി പുന്നപ്ര വയലാറിലെ പോരാളികളെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതി. ആവി പാറുന്ന ഓർമ്മകളുടെ ആ നെടുവീർപ്പുകൾ പിന്നീട് പുസ്തകമായി. പേര് ഉയരും ഞാൻ നാടാകെ. താളനിബദ്ധ കവിയെന്ന് സ്വയം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഏഴാച്ചേരിയുടേതായി 40-ലധികം കവിതാ സമാഹാരങ്ങളുണ്ട്. എന്നിലൂടെ എന്ന സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിക്ക് വയലാർ അവാർഡും ഉൾപ്പെടെ എത്രയെത്ര പുരസ്കാരങ്ങൾ. നാടകഗാനങ്ങൾക്ക് 3 തവണ സംസ്ഥാന അവാർഡ്. 15 ചലച്ചിത്രങ്ങളിലായി 30-ലേറെ സിനിമാ ഗാനങ്ങൾ. മീനമാസത്തിലെ സൂര്യനിലെ പാട്ടുകളും ചന്ദനമണിവാതിലുമൊന്നും മലയാളിയുള്ള കാലത്തോളം മറവിയിലേക്ക് പോകില്ല. 3 കാലത്തും പൂക്കുന്ന മുൾച്ചെടിയെന്നും ധിക്കാരത്തിന്റെ സൗന്ദര്യമെന്നും വിശേഷിപ്പിക്കപ്പെട്ട രചനകൾ. കവിതയിലെന്ന പോലെ 30 ആണ്ട് കടന്ന മാധ്യമരംഗത്തും ഏഴാച്ചേരിയുടെ വ്യക്തിമുദ്ര ചിരന്തനമായി തുടരും.